അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടത്തെ കാലഘട്ടത്തിൽ നടന്ന ജലപ്രളയം പരിശുദ്ധ ഖുർആൻ വളരെ വിശാലമായി പറയുന്നുണ്ട്. ആ ചരിത്രം നമുക്കൊക്കെ സുപരിചിതവുമാണ്. നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൂഹ് നബി കപ്പലുണ്ടാക്കുകയും ആ കപ്പലിലൂടെ എല്ലാ ജന്തു ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളെ അതിലേക്ക് പ്രവേശിപ്പിക്കാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നൂഹ് നബി ഇതൊക്കെ ഇങ്ങനെ പരിശോധിച്ച് കപ്പലിങ്ങനെ ആടി ഉലയുകയാണ്. അതിശക്തമായ ജലപ്രളയം ഉണ്ടായപ്പോൾ ബൈബിൾ പറഞ്ഞ നോഹയുടെ പേടകം, ഖുർആൻ പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പല് ഇങ്ങനെ ചാഞ്ചാടുമ്പോൾ നൂഹ് നബി ഒരു വയോധികനായ ഒരാളെ കാണുകയാണ്. അയാൾ ഇങ്ങനെ പുതച്ച് വിറച്ചിങ്ങനെ അതിലിരിക്കുന്നുണ്ട്. നൂഹ് നബി തട്ടി വിളിച്ച് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നൂഹ് നബിക്ക് മനസ്സിലായി അത് ആരാണ് എന്ന്. ശപിക്കപ്പെട്ടവനായ പിശാചായിരുന്നു അത്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിനെ കണ്ടതും നൂഹ് നബിക്ക് അതിയായ ദേഷ്യം വന്നു. ഞാൻ ഇപ്പൊ നിന്നെ ഈ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞു, നിന്നെ നശിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമിനോട് ഇബ്ലീസ് പറയുന്നുണ്ട്, നൂഹ് നബിയെ എന്നെ വെള്ളത്തിലേക്ക് എറിയാതെ ഇരുന്നാൽ, എന്നെ നശിപ്പിക്കാതെ ഇരുന്നാൽ ഞാൻ അങ്ങേക്കൊരു അറിവ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇൽമിന്റെ വിഷയത്തിൽ അമ്പിയാക്കളൊക്കെ വലിയ ഹിർസുള്ളവരാണ്, വലിയ ആർത്തിയുള്ള ആളുകളാണ് ഇൽമിന്റെ വിഷയത്തിൽ. അപ്പോൾ ഇബ്ലീസിൽ നിന്ന് പോലും അറിവ് പഠിക്കാൻ വേണ്ടി കാതോർക്കുകയാണ് നൂഹ് നബി അലൈഹി സ്വലാം. നൂഹ് നബിയോട് പറഞ്ഞു, നൂഹ് നബിയെ ഞാൻ പറഞ്ഞു തരുന്ന അറിവ് ഇതാണ്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള രണ്ട് സ്വഭാവങ്ങളുണ്ട് നൂഹ് നബിയെ. ഈ രണ്ട് സ്വഭാവങ്ങൾ മനുഷ്യരിൽ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക് ഞാൻ കയറി പറ്റുകയും അവർക്കിടയിൽ ഫിത്നയുണ്ടാക്കുകയും അവർക്കിടയിൽ പോർവിളികളും ശത്രുതയും പരത്തുകയും ചെയ്യുകയാണ് എന്റെ പണി എന്ന് പറഞ്ഞു. രണ്ട് സ്വഭാവങ്ങൾ. നൂഹ് നബി വളരെ ആവേശഭരിതനായി, ക്യൂരിയോസിറ്റിയോടുകൂടി, ഉത്കണ്ഠാകുലനായിട്ട് നൂഹ് നബി ചോദിച്ചു, ഏതാണ് ആ രണ്ട് സ്വഭാവങ്ങൾ? ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം, നമ്മളെ ഏറ്റവും അപകടത്തിലാക്കുന്ന ആ രണ്ട് സ്വഭാവങ്ങൾ. ഈസാ നബിയെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു രണ്ട് സ്വഭാവങ്ങൾ. ഒന്ന് ഹസദാണ്, മറ്റൊന്ന് ഹിർസാണ്. ഹസദ് എന്നാൽ അസൂയയാണ്, ഹിർസ് എന്നാൽ ആർത്തി. ഇത് രണ്ടും ഒരു മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല. ഹസദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളെ മുഴുവനും തീ വിറകിനെ നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ സ്വലിഹായ അമലുകളെ മുഴുവനും നശിപ്പിക്കുന്ന ഒന്നാണ് അസൂയ എന്നുള്ളത്. അസൂയ വലിയ വിപത്താണ്. ആദം നബി അലൈഹി സ്വലാമിനോട് ഇബ്ലീസിന് ഒരു കണക്കിന് അസൂയ തോന്നിയതാണ് ഇബ്ലീസ് പരാജയപ്പെടാനുണ്ടായ കാരണം. ഈ ലോകത്തെ ആദ്യത്തെ കൊലപാതകം പോലും അസൂയയുടെ മറ പറ്റിയിട്ടുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ തമ്മിൽ കലഹമുണ്ടാകാനും അത് കൊലയിൽ അവസാനിക്കാനും കാരണം ഹസദ് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഹസദ് നമ്മുടെ മനസ്സാന്തരങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ആരോടും ഒരു പരിഭവമില്ലാത്ത, ആരോടും ഒരു എതിർപ്പുമില്ലാത്ത സംശുദ്ധമായ ഒരു ഹൃദയമാണ് നമുക്കുണ്ടാവേണ്ടത്. കൽബൻ സലീമ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. സലാമത്തിന്റെ കൽബ്. ആ ഒരു സലാമത്തിന്റെ കൽബാണ് നമുക്ക് വേണ്ടത്. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരാൾ ഇതിലൂടെ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ കവാടത്തിലൂടെ ഇനി കടന്ന് പ്രവേശിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ സ്വർഗത്തിലേക്ക് നേരെ ഡയറക്റ്റായി കടന്നു പോകുന്ന ആളാണെന്ന് പറഞ്ഞു. സ്വഹാബത്ത് സശബ്ദം ബദ്ധശ്രദ്ധരായി സാഹൂലം വീക്ഷിച്ചു. ആരാണ് കടന്നു വരുന്നത് എന്ന് നോക്കിയപ്പോൾ അതിലൂടെ ഒരു പച്ചപ്പാവമായ ഒരു സ്വഹാബിയാണ് കടന്നു വന്നത്. 3 ദിവസവും ഇത് ആവർത്തിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അതിലൂടെ കടന്നു വരുന്ന ആൾ സ്വർഗത്തിൽ പോകുന്നുണ്ട്.
അതിലൂടെ കടന്നു വരുന്ന ആൾ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് ആയി കടന്നു പോകുമെന്ന് റസൂലുള്ള 3 ദിവസം ആവർത്തിച്ചപ്പോഴും 3 തവണയും കടന്നു വന്നത് ഇതേ സ്വഹാബിയാണ്. ആ സ്വഹാബിയെ കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നു, ആ സ്വഹാബി തന്നെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, എനിക്കൊരു ക്വാളിറ്റിയും ഇല്ല, നിങ്ങളെക്കാൾ വലിയ നിസ്കാരക്കാരനല്ല, നിങ്ങളെക്കാൾ വലിയ നോമ്പ് നോക്കുന്ന ആളല്ല ഞാൻ, നിങ്ങളെക്കാൾ വലിയ ഇബാദത്ത് എടുക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ആരോടും ഒരു വിരോധമില്ല, ആരോടും ഒരു പരിഭവമില്ല, ആര് വിജയിച്ചാലും എനിക്ക് സന്തോഷമാണ്, ആരും മോശത്തിലാകണമെന്നോ ആരും പരാജയപ്പെടണമെന്നോ ഒരു ചിന്ത എനിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കൽബും സലാമത്തിന്റെ കൽബാകണം. അതിന് ഒന്നാമത് നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. ഇബ്ലീസിന് ഏറ്റവും താല്പര്യമുള്ള ഹസദ് എന്ന് പറയുന്ന ഒരു സ്വഭാവം. അസൂയ കാരണമാണ് നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നത്. നമ്മൾ ആരോടാണ് അസൂയ കാണിക്കുന്നത്? അള്ളാഹു ആണല്ലോ ഓരോരുത്തർക്കും ഓരോ നിയമത്ത് കൊടുക്കുന്നത്. നന്നായി പാട്ടുപാടുന്നവനുണ്ടെങ്കിൽ, നന്നായി പ്രസംഗിക്കുന്നവനുണ്ടെങ്കിൽ, നന്നായി പഠിക്കുന്നവനുണ്ടെങ്കിൽ അവനക്ക് ആ കഴിവ് കൊടുക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. നമ്മൾ ആരോടാണ് അപ്പോൾ ആ കഴിവിന്റെ പേരിൽ അസൂയ വെക്കുന്നത്? അള്ളാഹുവിനോടാണ് നമ്മൾ അപ്പോൾ അസൂയ വെക്കുന്നത്. അപ്പോൾ അതിലൊന്നും യാതൊരുവിധ കഥയുമില്ല. അസൂയ എന്ന് പറയുന്ന ആ ഒരു മഹാവിപത്തിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിഴുതു കളയണം, നമ്മുടെ കൽബിൽ നിന്ന് എടുത്തൊഴിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് നൂഹ് നബിയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സ്വഭാവം ഹിർസാണ്, ആർത്തി. ഹിർസുക അല ദുനിയ, ദുനിയാവിനോടുള്ള ഒരു ആർത്തി ഉണ്ടല്ലോ, അതൊരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരിക്കലും ഒരു സഹാബ്, ഒരു അമുസ്ലിമായ മനുഷ്യൻ കടന്നു വരികയാണ്. അമുസ്ലിമായ മനുഷ്യൻ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എനിക്ക് വിശക്കുന്നു യാ റസൂലല്ലാഹ്, അങ്ങ് എന്തെങ്കിലും ഒന്ന് ഭക്ഷണമായിട്ട് തരണമേ എന്ന് ചോദിച്ചു. അള്ളാഹു റസൂൽ വളരെ പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചിരുത്തി. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹ് തന്റെ അനുയായിയോടും ഇതര മതത്തിൽപ്പെട്ട ആളുകളോടും ഒരേ സ്നേഹത്തിന്റെ പുഞ്ചിരി പ്രകടമാക്കി അള്ളാന്റെ ഹബീബ്, കാരുണ്യത്തിന്റെ നിറകുടം, കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മനുഷ്യന് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, നിങ്ങൾ ഈ മനുഷ്യന് ആടിന്റെ പാല് കറന്നു കൊടുക്കുക. സ്വഹാബത്ത് ആടിന്റെ പാല് കറന്നു കൊടുക്കുമ്പോൾ ആ മനുഷ്യനത് കുടിച്ചിട്ട് പറയുന്നു, നബിയേ മുഹമ്മദേ, നിറഞ്ഞില്ല നബിയേ, എനിക്കിനിയും വേണം മുഹമ്മദേ. അമുസ്ലിമായ മനുഷ്യൻ പറയും. രണ്ടാമത്തെ ആടിനെ കറക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു. രണ്ടാമത്തെ ആടിനെ കറന്ന് സ്വഹാബത്ത് ഒരു പാത്രം നിറയെ പാലുണ്ട്, അതും കൊണ്ടുവന്ന് കൊടുത്തു. ആ മനുഷ്യൻ അത് ആർത്തിയോട് കൂടി കുടിച്ചിട്ട് പറഞ്ഞു, നബിയെ നിറഞ്ഞില്ല നബിയെ, എനിക്കിനിയും വേണം യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി അടുത്ത ആടിനെ കറക്കാൻ പറയുകയാണ്. സഹാബത്ത് പാല് കറന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അയാൾ അത് ആർത്തിയോട് കൂടി കുടിച്ചിട്ട് പറയുന്നു, നിറഞ്ഞില്ല നബിയേ, എനിക്കിനിയും വേണം യാ റസൂലല്ലാഹ്. അങ്ങനെ അവിടെ അവസാനം അവിടെ കിട്ടിയിട്ടുള്ള 7 ആടിന്റെ പാലും കറന്നു കുടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദേ, എനിക്ക് ഇനി ഇവിടെ ആടില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്. എന്റെ വയറ് നിറഞ്ഞു എന്നല്ല പറഞ്ഞത്, അൽഹംദുലില്ലാഹ് റാഹത്തായി എന്നല്ല പറഞ്ഞത്, ആ മുസ്ലിം ആണെങ്കിൽ കൂടി നന്ദിയുടെ ഉപചാര വാക്കൊന്നുമല്ല പറഞ്ഞത്. അയാൾ പറഞ്ഞത് ഇനി ഇവിടെ ആടില്ലാത്തത് കൊണ്ട് പോയി തിരിച്ചു വരികയാണ്. കാലങ്ങൾക്ക് ശേഷം അയാൾ ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നുകൊണ്ട്, അത് ഇസ്ലാം ആവുമല്ലോ, ആരുടെ കയ്യിൽ നിന്നാണ് പാല് വാങ്ങി കുടിച്ചത്? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. മഹാന്മാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കുടിച്ചാൽ, അവരുടെ കരസ്പർശം ഒന്ന് തട്ടിയാൽ അതിലൊക്കെ വലിയ ബർക്കത്തുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയില്ല. അതൊക്കെ വിമർശിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ ചരിത്രം വലിയ മറുപടിയാണ്. റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിച്ച മനുഷ്യൻ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയാണ്. അയാൾ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ എനിക്ക് വിശക്കുന്നുണ്ട് നബിയെ, ഞാൻ ഒരു തവണ അങ്ങയുടെ അടുത്തേക്ക് വന്നപ്പോ അമുസ്ലിമായിട്ടാണ് വന്നത്, അന്ന് അങ്ങ് എനിക്ക് 7 ആടിന്റെ പാല് കറന്നു തന്നിട്ടുണ്ട്. അന്ന് 7 ആടിന്റെ പാല് കുടിച്ചിട്ടും എനിക്ക് നിറയാത്ത വയറാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചിരുത്തി. അതൊക്കെ വലിയ മാതൃകയാണ്. തന്റെ അനുയായിയോടും അനുയായി അല്ലാത്ത ആളോടും ഒരേ പുഞ്ചിരി. തബസ്സുമു സദഖ, പുഞ്ചിരി സദഖയാണ്, ദാനമാണ്. തന്റെ സഹോദരൻ നൽകുന്ന പുഞ്ചിരി ഏറ്റവും വലിയ ധർമ്മമാണ്.
എന്ന് പഠിപ്പിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തിയിട്ട് പറഞ്ഞു, നീ സന്ദേഹപ്പെടേണ്ട, നീ വിഷമിക്കണ്ട. ഇവിടെ അന്ന് 7 ആടിന്റെ പാലാണ് കറന്നു തന്നതെങ്കിൽ ഇന്ന് 70 ആടിനെ കറക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇന്ന് എന്റെ സ്വഹാബത്തിനുണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബത്ത് ആടിനെ കറക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഒരു ആടിനെ കറന്ന ഒരു പാത്രം നിറയെ പാലുണ്ട്. അത് കൊണ്ടുവന്നിട്ട് ഈ സ്വഹാബിയായി വന്ന ഈ പുതു മുസ്ലിമിന് കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ബിസ്മി ചൊല്ലിയിട്ട് തന്റെ ചുണ്ടിനോട് ചേർത്തിട്ട് ആ പാല് കുടിച്ചിട്ട് പകുതി എത്തിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ നബി, എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരിക്കലും ആർത്തി ഉണ്ടാകില്ല എന്ന് അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്തിന്റെ പേരിലാണ് നമ്മൾ ആർത്തി കാണിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ള കേവല ജീവിതത്തിന്റെ അണികളാണല്ലോ നമ്മളൊക്കെ. ചെരുപ്പിന്റെ വാറിന്റെ അടുത്താണ് മരണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ജീവിതങ്ങളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 2 സ്വഭാവങ്ങളാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 സ്വഭാവങ്ങളായിട്ട്. അത് ജനങ്ങളിലേക്ക്, അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവർക്കിടയിൽ ഫിത്നയുണ്ടാക്കി, വിയോജിപ്പുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, കലഹങ്ങൾ ഉണ്ടാക്കി, പോർവിളികൾ ഉണ്ടാക്കി അവരെ ഞാൻ നശിപ്പിച്ചു കളയും നൂഹ് നബിയെ എന്ന് പഠിപ്പിച്ച ഈ 2 സ്വഭാവങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. ഇത്തരം രോഗങ്ങൾ, അമ്രാദുൽ ഖുലൂബുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു മാറ്റിത്തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.